ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് ലിമിറ്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഒരു മാറ്റർ അല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കുക. കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏർണിങ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ജോബ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാപ്പ് ഇവാലുവേറ്റർ ആയിട്ടാണ്. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ, അതായത് സപ്പോസ് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവാണ്, അപ്പോൾ നമ്മൾ അവിടെ കുറിച്ചുള്ള അവിടെയുള്ള റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഹോട്ടൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും അല്ലെ. നമ്മൾ ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ആ ഒരു റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറന്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റെസ്റ്റോറന്റിലേക്കുള്ള റൂട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റോറന്റിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്. പിന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് തരും. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ എന്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട്, ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അറിയാം, നമ്മളെ ലൊക്കാലിറ്റിയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പണിംഗ് ടൈം ക്ലോസിംഗ് ടൈം ഒക്കെ കിട്ടും. അതായത് ആ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന എപ്പോഴാണ്, ക്ലോസ് ചെയ്യുന്ന എപ്പോഴാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, ആ ഒരു ജോബിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്, എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മളെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, കാരണം ഇത്തരത്തിലുള്ള ഏർണിംഗ് പ്ലാറ്റ്ഫോംസ്, ഫ്രീലാൻസിങ് സ്കില്ല്, ഫ്രീലാൻസിങ് ജോബ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പൊ ഗൈസ്, പെറോപെടെക്സ് ആണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റർ ആവാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് വരിക. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ authentic data, real world AI, location based data and evaluation solution to ensure your model perform as expected for everyone everywhere. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജോബും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാനുള്ള പേജിലേക്ക് പോകാം. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ മാപ്പ് ഇവാലുവേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട പോർട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജോയിൻ അവർ കമ്മ്യൂണിറ്റി, തിങ്സ് ഗെറ്റ് സോൾവ്ഡ് ഇഫ് യു ഗെറ്റ് ഇൻവോൾവ്ഡ്, ബി എ പാർട്ട് ഓഫ് സംതിങ് യൂണിക് ആൻഡ് ഗെറ്റ് പെയ്ഡ് ടു ഇംപ്രൂവ് ദ റെലവൻസ് ഓഫ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഓൺലൈൻ മാപ്പ് സർവീസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു കാര്യങ്ങൾ, അതായത് പുതിയതായിട്ട് വരുന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. അത്തരത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കുക. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് യുവർ ജേർണി. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇമെയിൽ ടൈപ്പ് ചെയ്യണം. ആ ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പോർട്ടലിൽ കാര്യങ്ങളൊക്കെ നമ്മൾ എത്തുന്നതാണ്. ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഗൈസ്, നമ്മൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്റർഫേസും കാര്യങ്ങളൊക്കെ വരും. അവിടെ നമുക്ക് ജോബിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഡാറ്റ അനലിസ്റ്റ് ഇന്ത്യ മാപ്പ് ആപ്ലിക്കേഷൻസ്, അതായതാണ് നമ്മൾ ജോബ് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് ജോബിനെ പറ്റിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് എങ്ങനെ വേണം വെച്ചാൽ ഏകദേശത്തിന്റെ അടുത്ത് നിൽക്കണം. ഓക്കെ, ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയണം. എക്സലന്റ് റിസർച്ച് സ്കിൽ, അതായത് പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ, അതായത് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ എക്സലന്റ് ലോക്കൽ നോളജ് ഓഫ് ഇന്ത്യ, ലോക്കലി നമുക്ക് ഇന്ത്യനെ കുറിച്ചുള്ള ഒരു ഐഡിയ വേണം, ഒരു ജോഗ്രഫി ഒരു ഐഡിയ വേണം, നമ്മുടെ ലൊക്കാലിറ്റിനെ പറ്റിയുള്ള ഒരു ഐഡിയ കാര്യങ്ങളൊക്കെ വേണം. പിന്നെ വിത്ത് എ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ജനറൽ നോളജ് ഓഫ് ജോഗ്രഫി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ. പിന്നെ അനലറ്റിക്കൽ മൈൻഡ് സെറ്റ് വേണം. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അനലറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ ജോബ് റിക്വയർമെന്റ് പറയുന്നുണ്ട്. മസ്റ്റ് ബി ലിവിംഗ് ഇൻ ഇന്ത്യ ഫോർ എ മിനിമം ഓഫ് 5 കോൺസിക്യൂട്ടീവ് ഇയർ, അതായത് 5 വർഷം തുടർച്ചയായിട്ട് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിൽക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ മസ്റ്റ് പാസ് ആൻ ഓൺലൈൻ ഓപ്പൺ ബുക്ക് എക്സാം ദാറ്റ് ക്യാൻ വെരിഫൈ യുവർ ഫുൾ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് കോൺസെപ്റ്റ്. ഒരു ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഉണ്ടാവും, നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മസ്റ്റ് ബി വില്ലിംഗ് ടു വർക്ക് എ മിനിമം ഓഫ് 10 hours, മിനിമം ഒരു 10 hours എങ്കിലും നിങ്ങൾ ഒരു വീക്കിൽ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഗുഡ് വർക്കിംഗ് നോളജ് ഓഫ് സെർച്ച് എഞ്ചിൻ മാപ്പ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഫെമിലാരിറ്റി വിത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാളായിരിക്കണം. പിന്നെ നമുക്ക് മാപ്പ് ആപ്ലിക്കേഷൻ, ഗൂഗിൾ മാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ളൊരു ഉപയോഗിക്കാനുള്ളൊരു യൂസർ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, പിന്നെ സ്ട്രോങ് എബിലിറ്റി ടു ലേൺ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ മൾട്ടിപ്പിൾ സെറ്റ്സ് ഓഫ് ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. അത് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയണം. ഓക്കെ, ആൾ വർക്ക് മസ്റ്റ് ബി ഓഫ് എ ഇൻഡിപെൻഡന്റ് നേച്ചർ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ കണക്ട് ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, പിന്നെ ടെക്നിക്കൽ റിക്വയർമെന്റ് അവർ പറയുന്നുണ്ട്. ആക്സസ് ടു എ ലാപ്ടോപ്പ് ഓർ എ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ആവശ്യമാണ്. പിന്നെ ലോഗോൺ അക്കൗണ്ട്, പിന്നെ ആ ഒരു ലാപ്ടോപ്പിൽ കാര്യങ്ങൾ ആന്റിവൈറസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഓക്കെ, അതൊക്കെയാണ് അവർ പറയുന്നത്. ഇനി ബെനിഫിറ്റ്സ് നോക്കിയേക്കാം. ജോബ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? വർക്ക് അപ് ടു 20 hours പെർ വീക്ക്. പെർ വീക്കിൽ നമ്മൾ 20 hours കാര്യങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി.
ഏൺ എ കോമ്പറ്റീറ്റീവ് റേറ്റ് ഓഫ് പേ, അതായത് നമ്മൾ വർക്കിനനുസരിച്ചുള്ള നല്ല രീതിക്കുള്ള സാലറിയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെവലപ്പ് യുവർ റിസർച്ച് സ്കില്ല്, അപ്പം ഇത് നമുക്ക് റിസർച്ച് സ്കില്ല് വളർത്താനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അവോയ്ഡ് ദ ലോങ് കമ്മ്യൂട്ട്. അവോയ്ഡ് ദ ലോങ് കമ്മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഒഴിവാക്കാം. അതായത് നമ്മളിപ്പം വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓഫീസിലൊക്കെ പോകണല്ലോ, അങ്ങനത്തെ നമുക്ക് വർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ വർക്ക് ഫ്രം ദ കംഫർട്ട് ഓഫ് യുവർ ഹോം ഓഫീസ്. പിന്നെ എൻജോയ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് സെറ്റിംഗ് യുവർ ഓൺ വർക്കിംഗ് ഹവേഴ്സ്. നമുക്ക് വർക്കിംഗ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം, എപ്പോൾ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേലെ തന്നെ നമുക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പോർട്ടലിൽ നമ്മൾ എത്തുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ് കൊടുക്കുക, പിന്നെ ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ആക്സെപ്റ്റ് ഇൻവിറ്റേഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അതോടെ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ തീർന്നിട്ടുണ്ട്. അതായത് ജസ്റ്റ് നമ്മൾ കൊടുത്ത് ഇൻഫർമേഷൻ വാലിഡേറ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, നമുക്ക് ഒരു ഇമെയിൽ അയക്കും. ആ ഇമെയിലിൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തരുന്നതാണ്. അതായത് നമ്മുടെ ആ ഒരു ഓപ്പൺ ബുക്ക് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാം ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു അവരുടെ ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ തന്നെ ആ ഒരു എക്സാമിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടും. ആ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ പോകാവുന്നതാണ്. ഓക്കെ, വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ജോബ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇത്രയൊക്കെയാണ് ഈ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. സിമ്പിൾ ആണ്, നമ്മളെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കി വെക്കുക. അങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ള അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഒരു നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.